ഹലോ എവ്രി വൺ. ഇന്നും നമ്മൾ അടുത്തൊരു വൺ ഷോട്ട് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. സോ ഇന്നത്തെ ചാപ്റ്റർ ഏതാണ്? തേർഡ് ചാപ്റ്റർ ആണ് ഇനി കിട്ടാനുള്ളത് അല്ലെ. അപ്പൊ ഏതായിരുന്നു നമ്മളുടെ തേർഡ് ചാപ്റ്റർ എന്ന് പറയുന്നത്? റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എ പാർട്ട്ണർഷിപ്പ് ഫേം, റിട്ടയർമെന്റ് ഓർ ഡെത്ത് ഓഫ് എ പാർട്ട്ണർ അല്ലെ. റിട്ടയർമെന്റ് ഓർ ഡെത്ത്. അപ്പൊ ഇതിൽ നമുക്കറിയാം റിട്ടയർമെന്റും ഡെത്തും ആണ് വരുന്നത്. സോ റിട്ടയർമെന്റിന്റെ കേസ് ആവട്ടെ ഡെത്തിന്റെ കേസ് ആവട്ടെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള സെയിം പോയിന്റ്സ് ആണ് കേട്ടോ. അതിനകത്ത് നമുക്ക് ഡിഫറൻസ് ഇല്ല എന്നുള്ളത് ഓൾറെഡി നമുക്ക് അറിയാവുന്നതാണ്. ഡിഫറൻസ് ഇല്ല. ഇപ്പോൾ ABC എന്ന് പറയുമ്പോൾ ബി റിട്ടയർ ആയി അല്ലെങ്കിൽ ബി ഡെത്ത് ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഫോളോ ചെയ്യേണ്ട ട്രീറ്റ്മെന്റ് സെയിം ആണ്. അപ്പോൾ നമുക്ക് റിട്ടയർമെന്റ് ഓർ ഡെത്ത് ഓഫ് എ പാർട്ട്ണറിൽ ഏതൊക്കെ നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് വേണം നമ്മളുടെ മോഡൽ എക്സാമിന് പോവേണ്ടത് എന്ന് നമുക്ക് അറിയണ്ടേ. സോ ഏതൊക്കെയാണ് ജസ്റ്റ് ഒന്ന് നോക്കാം ഏതൊക്കെയാണ് എന്നുള്ളത്. നമ്മൾ നേരത്തെ അഡ്മിഷന്റെ വൺ ഷോട്ടിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇവിടെയും നമുക്ക് എന്തറിയണം? ന്യൂ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയണം. ഇതിൻ്റെ കളർ മാറ്റാം. ന്യൂ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയണം. അതുപോലെ തന്നെ ഏതാണ്? ഗെയിനിങ് റേഷ്യോ ആണ് ഇവിടെ വരുന്നത്. ഓക്കെ, എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സിന് ഗെയിനിങ് റേഷ്യോ വരും. നമ്മൾ അഡ്മിഷന്റെ കേസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്തായിരുന്നു? ന്യൂ പാർട്ട്ണർ ആണ്. ഇവിടെ എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് അതർവൈസ് ഓർ റിമൈനിങ് ഓർ കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സ് എന്നെല്ലാം പറയും. ഓക്കെ, അപ്പോൾ ABC ബി റിട്ടയർ ആയെന്നുണ്ടെങ്കിൽ എയും സിയും ആയിരിക്കും അവിടുത്തെ റിമൈനിങ് പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ നമുക്ക് ആ റിമൈനിങ് പാർട്ട്നേഴ്സിന് ഗെയിനിങ് ഉണ്ടാവാം. അപ്പം അങ്ങനെ ഗെയിനിങ് റേഷ്യോ, ന്യൂ റേഷ്യോ, അങ്ങനെ ഓൾഡ് റേഷ്യോ, അങ്ങനെയുള്ള കോൺസെപ്റ്റുകളെല്ലാം ഇവിടെയും വരുന്നുണ്ട്. വീണ്ടും ആ കാൽക്കുലേഷൻ്റെ ഇക്വേഷൻസ് നമ്മൾ പറയേണ്ട ആവശ്യമില്ല. ഇത് നമുക്ക് വൺ മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടാണ് നമുക്ക് വരാറ്. ഓക്കെ, 1 മാർക്കിനാണ് നമുക്ക് വരാറ്. ഓക്കെ, അത് നോട്ട് ചെയ്യണം. ഓക്കെ അല്ലേ? ആൻഡ് എക്സ്ട്രാ രണ്ടും കൂടെ ഒരുമിച്ചൊക്കെ വരുന്ന വളരെ റെയർ കേസിലാണ്. അങ്ങനെ വരുമ്പോൾ 2 മാർക്സിനൊക്കെയാണ് വരുന്നത്. ഓക്കെ ആണല്ലോ. ഇനി ഇത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് അഡ്ജസ്റ്റ്മെന്റ്സ് ഏതൊക്കെയാണ് എന്നുള്ളതാണ്. മെയിൻ ആയിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റ്സ് ഈ ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഏതൊക്കെയാണ്? നമ്മൾ അഡ്മിഷനിൽ പറഞ്ഞിട്ടുള്ള സെയിം അഡ്ജസ്റ്റ്മെന്റ് ഇതിലും വരും നമുക്ക് അല്ലേ. ഏതൊക്കെയാണ് അഡ്ജസ്റ്റ്മെന്റ്സ്? ഓക്കെ അല്ലേ? യെസ്. അപ്പൊ ഏതൊക്കെ അഡ്ജസ്റ്റ്മെന്റ്സ് ആണ് നമുക്ക് ഇതിൽ വരുന്നത്? അപ്പോൾ നമ്മൾ നേരത്തെ അഡ്മിഷനിൽ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഫസ്റ്റ് ഏതാണ്? ട്രീറ്റ്മെന്റ് ഓഫ് ഗുഡ് വില്ലിന്റെ ട്രീറ്റ്മെന്റ് തീർച്ചയായിട്ടും നമുക്ക് ഡിസ്കസ് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പറയാനുള്ള റീവാലുവേഷൻ ഓഫ് ആസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസിന്റെ റീവാലുവേഷൻ നമുക്ക് തീർച്ചയായിട്ടും ഡിസ്കസ് ചെയ്യണം. ആൻഡ് തേർഡ് വൺ എന്താണ്? റിസർവ്സ് വരുന്നുണ്ട്, അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. ഓക്കെ, ഇതും നമുക്ക് അഡ്മിഷനിൽ അതേ അഡ്ജസ്റ്റ്മെന്റ് നമുക്ക് ഇവിടെയും ഡിസ്കസ് ചെയ്യേണ്ടതാണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഏതാണ് പറയുന്നത്? അടുത്തത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളതാണ് ഏത്? അഡ്മിഷനിൽ പറഞ്ഞ പോലെ തന്നെ അഡ്ജസ്റ്റ്മെന്റ് ഓഫ് ക്യാപിറ്റൽ ഡിസ്കസ് ചെയ്യണം. ആൻഡ് ഇവിടെ ഒരു എക്സ്ട്രാ പോയിന്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ആ എക്സ്ട്രാ പോയിന്റ് ആണ് ഏത്? ആ എക്സ്ട്രാ പോയിന്റ് ആണ് എമൗണ്ട് ഡ്യൂ ടു റിട്ടയറിംഗ് ഓർ ഡിസീസ്ഡ് പാർട്ട്ണർ. ഓക്കെ, അപ്പൊ ഇതിൽ എക്സ്ട്രാ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഫൈനൽ അഡ്ജസ്റ്റ്മെന്റ് ആണ്. എമൗണ്ട് ഡ്യൂ ടു റിട്ടയറിംഗ് ഓർ ഡിസീസ്ഡ് പാർട്ട്ണർ. റിട്ടയർ ചെയ്തിട്ടുള്ള പാർട്ട്ണർ അല്ലെങ്കിൽ ഡെത്ത് ആയിട്ടുള്ള ആ പാർട്ട്ണർക്ക് നമ്മൾ എമൗണ്ട് കൊടുക്കണം. അവർ പോവുകയാണ് അല്ലെ, ലീവ് ചെയ്ത് പോവുകയാണ്. സോ തീർച്ചയായിട്ടും അവർക്ക് ഇതുവരെയുള്ള പ്രോഫിറ്റ് ഷെയർ, റിസർവ്സ്, ഗുഡ് വില്ല് കാര്യങ്ങളെല്ലാം കൊടുത്ത് അവരെ അങ്ങ് പിരിച്ചു വിടണം. സോ അവർക്കുള്ള ആ അഡ്ജസ്റ്റ്മെന്റ് എങ്ങനെയാണ് ആ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ള കാര്യം, ആ എക്സ്ട്രാ പോയിന്റ് കൂടെ ഈ ചാപ്റ്ററിൽ വരും. ഓക്കെ, ബാക്കിയുള്ളതൊക്കെ സിമിലർ ആണ്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ട്രീറ്റ്മെന്റ് ഓഫ് ഗുഡ് വിൽ.
സോ നെക്സ്റ്റ് ട്രീറ്റ്മെന്റ് ഓഫ് ഗുഡ് വിൽ എന്താണെന്നുള്ള അറിയണം. അഡ്മിഷന്റെ അതുപോലെ തന്നെയാണ് അവിടെ പഠിച്ച അതുപോലെ തന്നെ 3 കേസസ് തന്നെയാണ് നമുക്ക് ഇവിടെയും ഡിസ്കസ് ചെയ്യേണ്ടത്. എന്തായിരുന്നു? ഗുഡ് വിൽ അപ്പിയേഴ്സ് ഇൻ ദ ബാലൻസ് ഷീറ്റ്, ബാലൻസ് ഷീറ്റിനകത്ത് അപ്പിയർ ചെയ്യുന്ന ഒരു കേസ്. ഗുഡ് വിൽ ഡസൻറ്റ് അപ്പിയർ ഇൻ ദി ബാലൻസ് ഷീറ്റ്, ബാലൻസ് ഷീറ്റിൽ ഗുഡ് വിൽ അപ്പിയർ ചെയ്യാത്ത കേസ്. അടുത്തത് ഹിഡൻ ഓർ ഇൻഫേർഡ് ഗുഡ് വിൽ. ഇങ്ങനെ 3 കേസിലാണ് നമുക്ക് ഗുഡ് വിൽ ട്രീറ്റ്മെന്റ് ഉള്ളത്. ഓക്കെ, അപ്പൊ ഇനി അടുത്തത് ഇതില് ഓക്കെ ഇതിനകത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഇതിലെങ്ങനെയാണ് വരുന്നത്? ഗുഡ് വിൽ അപ്പിയേഴ്സ് ഇൻ ദ ബാലൻസ് ഷീറ്റ് എന്ന് പറയുമ്പോൾ ഫ്യൂച്ചറിൽ നമ്മൾ ഫ്യൂച്ചർ ബുക്കിനകത്ത് അപ്പിയർ ചെയ്യണോ വേണ്ടയോ എന്നുള്ളതാണ്. ഗുഡ് വിൽ നോട്ട് ടു ബി അപ്പിയർ ഇൻ ദി ഫ്യൂച്ചർ ബുക്ക്, ഫ്യൂച്ചർ ബാലൻസ് ഷീറ്റിനകത്ത് അപ്പിയർ ചെയ്യണ്ട എന്നുള്ളതും, ഗുഡ് വിൽ ടു ബി അപ്പിയർ ഇൻ ദ ഫ്യൂച്ചർ ബുക്ക്, ഫ്യൂച്ചർ ബുക്കിനകത്ത് അപ്പിയർ ചെയ്യണം എന്ന് പറയുന്ന 2 കേസാണ് അതിനകത്ത് വരുന്നത്. ഇതേ കേസ് തന്നെയാണ് ഏതിലും വരുന്നത്? ഗുഡ് വിൽ ഡസൻറ്റ് അപ്പിയേഴ്സ് ഇൻ ദ ബാലൻസ് ഷീറ്റ്, ബാലൻസ് ഷീറ്റിനകത്ത് തരുന്നില്ല എന്ന് പറയുന്ന കേസിലും സെയിം തന്നെയാണ്. ഓക്കെ, നോ ഡിഫറെൻറ്റ്, സെയിം 2 കേസസ് തന്നെയാണ് അതിലും വരുന്നത്. പക്ഷെ എൻട്രീസ് നമ്മളിപ്പോൾ ഗുഡ് വിൽ അപ്പിയേഴ്സ് ഇൻ ദ ബാലൻസ് ഷീറ്റ് എന്ന് പറയുമ്പോൾ അതിൽ ഗുഡ് വിൽ നോട്ട് ടു ബി അപ്പിയർ ഇൻ ദ ഫ്യൂച്ചർ ബാലൻസ് ഷീറ്റ്, ഫ്യൂച്ചർ ബാലൻസ് ഷീറ്റിനകത്ത് നമ്മൾ അപ്പിയർ ചെയ്യേണ്ട എന്ന് പറയുമ്പോൾ അവിടെ എന്തും കൂടെ നമുക്കറിയണം. ആ കേസിൽ ഫസ്റ്റ് കേസിൽ നമുക്ക് 2 എൻട്രീസ് ആയിരിക്കും വരുന്നത്. ഓക്കെ, 2 എൻട്രീസ് വരുന്നുണ്ട്. ഏതൊക്കെയാണ് 2 എൻട്രീസ്? റൈറ്റ് ഓഫ് ചെയ്യുന്ന എൻട്രി നമുക്കറിയണം, അതുപോലെ തന്നെ അഡ്ജസ്റ്റ്മെന്റ് എൻട്രി അറിയണം. അഡ്ജസ്റ്റ്മെന്റ് എൻട്രി എന്തായിരുന്നു? ഗെയിനിങ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അപ് ടു സാക്രിഫൈസിങ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയുന്ന അഡ്ജസ്റ്റ്മെന്റ് എൻട്രി. അങ്ങനെ 2 എൻട്രീസ് ആണ് ഫസ്റ്റ് കേസിൽ വരുന്നത്. ഓക്കെ, ഇതില് ഓക്കെ ഗുഡ് വിൽ നോട്ട് ടു ബി അപ്പിയർ ചെയ്യരുത് പറഞ്ഞാൽ അത് റൈറ്റ് ഓഫ് ചെയ്യാന്നുള്ളത്. ആൻഡ് സെക്കൻഡ് കേസ് ഗുഡ് വിൽ ടു ബി അപ്പിയർ എന്ന് പറയുമ്പോൾ ഏതാണ്? രണ്ടാമത്തതിൽ 1 എൻട്രി മാത്രമേ ഉള്ളൂ. ഏതാ എൻട്രി? അഡ്ജസ്റ്റ്മെന്റ് എൻട്രി. ഓക്കെ, അഡ്ജസ്റ്റ്മെന്റ് എൻട്രി ആണ് നമുക്ക് അവിടെ കൊടുക്കാനുള്ളത്. ഓക്കെ ആണല്ലോ. ഇനി നെക്സ്റ്റ് വരുന്നത് ഏതാണ്? ഗുഡ് വിൽ ഡസൻറ്റ് അപ്പിയർ ഇൻ ദ ബാലൻസ് ഷീറ്റ്. അതിൽ നമ്മൾ പറഞ്ഞു 2 കേസ് തന്നെയാണ് വരുന്നത്. ഗുഡ് വിൽ നോട്ട് ടു ബി അപ്പിയർ ഇൻ ദ ഫ്യൂച്ചർ ബാലൻസ് ഷീറ്റും ഗുഡ് വിൽ അപ്പിയേഴ്സ് ഇൻ ദ ടു ബി അപ്പിയർ ഇൻ ദ ഫ്യൂച്ചർ ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്ന 2 കേസ് തന്നെയാണ്, സെയിം കേസ് തന്നെയാണ് വരുന്നത്. ബട്ട് അവിടെ നമ്മൾ സെപ്പറേറ്റ് സ്പ്ലിറ്റ് ചെയ്തിട്ടൊന്നും നമ്മൾ പഠിക്കുന്നില്ല. അതിൽ നമുക്ക് എന്താണ് നമ്മൾ പറയുന്നത്? ആ കേസിൽ നമുക്ക് 4 എൻട്രീസ് ആണ് നമുക്ക് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്തിട്ട് പഠിക്കാനുള്ളത്. 4 എൻട്രീസ് പഠിക്കണം. അപ്പോൾ 4 എൻട്രീസ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് മെയിൻ ആയിട്ട് വരുന്നത്? ഗുഡ് വിൽ റൈസ് ചെയ്യുന്നത്, ഗുഡ് വിൽ ഇൻക്രീസ് ചെയ്യുന്ന കേസ് വരുന്നുണ്ട്. നെക്സ്റ്റ് ഗുഡ് വിൽ ഡിക്രീസ് ചെയ്യുന്ന കേസ് വരുന്നുണ്ട്. അവിടെ റൈറ്റ് ഓഫ് ചെയ്യുന്ന കേസ് വരുന്നുണ്ട്. ഓക്കെ, അങ്ങനെയുള്ള ഡിഫറെൻറ്റ് കേസസ് ആണ് അവിടെ വരുന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാം എൻട്രീസ് ആണ്. അത് ഗുഡ് വിൽ ഫ്യൂച്ചറിൽ അപ്പിയർ ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് ആ ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റിൽ പറയും. ഇമ്മീഡിയറ്റ്ലി റൈറ്റ് ഓഫ് ചെയ്യണം, റൈസ് ചെയ്തിട്ട് ഇമ്മീഡിയറ്റ്ലി റൈറ്റ് ഓഫ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ അതിൽ പറയും, ആ സ്റ്റേറ്റ്മെൻറ്റിൽ ഉണ്ടാവും. അങ്ങനെയുള്ള സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ആ അണ്ടറിൽ വരുന്നുള്ളൂ. കൂടുതൽ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. ഓക്കെ, ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത് തീർച്ചയായിട്ടും അഡ്മിഷൻ്റെ ഭാഗത്ത് നിന്ന് തന്നെയാണ്. നമ്മളുടെ ഗുഡ് വില്ലിൻ്റെ മെജോറിറ്റി ക്വസ്റ്റ്യൻസും ഇതുവരെ വന്ന് കണ്ടിട്ടുള്ളത്. ഒരു ചില വർഷങ്ങളിലൊക്കെ ആയിട്ട് ഈ റിട്ടയർമെൻറ്റിൻ്റെ കേസിലും ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതും പഠിച്ചിരിക്കണം. ഓക്കെ, ഏറ്റവും ഫോക്കസ് ചെയ്ത് കൊടുക്കേണ്ടത് അഡ്മിഷൻ തന്നെയാണ്. ബട്ട് ഇത് വിട്ടുപോകരുത്. A+ ആണ് നമ്മളുടെ എയിം. സോ തീർച്ചയായിട്ടും ഇതും നമുക്ക് സ്കോർ ചെയ്യണം. സോ നോക്കിപ്പോയേ പറ്റൂ. ഓക്കെ, സോ അടുത്തതായിട്ട് നമുക്ക് ഏതാണ് ഡിസ്കസ് ചെയ്യേണ്ടത്? റീവാലുവേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. റീവാലുവേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസിൻ്റെ റീവാലുവേഷൻ ആണ്. ഇതും നമ്മൾ എവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്? അഡ്മിഷൻ്റെ കേസിൽ അതേ ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് ഇവിടെ നമുക്ക് വരുന്നത്. അസറ്റ് ഇൻക്രീസ് ചെയ്യുന്നു, അസറ്റ് ഡിക്രീസ് ചെയ്യുന്നു, ലയബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നു, ലയബിലിറ്റി ഡിക്രീസ് ചെയ്യുന്നു. അതുപോലെ തന്നെ എന്താണ്? അൺറെക്കോർഡഡ് അസറ്റ്, അൺറെക്കോർഡഡ് ലയബിലിറ്റീസ്, ന്യൂ അസറ്റ്, ന്യൂ ലയബിലിറ്റീസ്. ആ സംഭവം തന്നെയാണ് ഇവിടെ വരുന്നത്. പിന്നെ എന്താണ് ഇവിടെ ഡിഫറൻസ്? നമുക്ക് അതുപോലെ തന്നെ ജേർണൽ എൻട്രി പഠിക്കണം, റീവാലുവേഷൻ അക്കൗണ്ടും നമുക്കിവിടെ പ്രിപ്പയർ ചെയ്യാനായിട്ട് അറിയണം.
ബട്ട് ഇവിടെ എന്താണ് ഡിഫറൻസ്? റീവാലുവേഷൻ അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ പ്രോഫിറ്റ് നമ്മൾ ആരിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്? ഓൾഡ് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കായിരുന്നു അല്ലെ? ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്നാണ് പറയാ. റിട്ടയർമെന്റിന്റെ കേസിൽ അത് എന്തായിട്ട് മാറും? ഇത് അഡ്മിഷന്റെ കേസിൽ, ഓക്കെ, അഡ്മിഷന്റെ കേസിൽ. ആൻഡ് അത് റിട്ടയർമെന്റിന്റെ കേസ് ആവുമ്പോൾ, റിട്ടയർമെന്റ് ഓർ ഡെത്തിന്റെ കേസ് ആവുമ്പോൾ അതെന്തായി? ഓൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ആയിട്ട് മാറി. അപ്പൊ അത് ലോസ് ആണെങ്കിലും പ്രോഫിറ്റ് ആണെങ്കിലും അത് ഓൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കാണ് അത് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? പ്രോഫിറ്റ് ആണെങ്കിൽ ക്രെഡിറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്, ലോസ് ആണെങ്കിൽ ഡെബിറ്റ് ചെയ്തിട്ട് കൊടുക്കേണ്ടത്. ആ ഒരു ഡിഫറൻസ് മാത്രമേ നമുക്ക് ഇവിടെ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇതിൽ ഇനി കൂടുതലായിട്ട് പറഞ്ഞതാക്കേണ്ട ആവശ്യം വരുന്നില്ല ഈ പോയിന്റിൽ. അപ്പോൾ റിട്ടയർമെന്റിന്റെ കേസിലും എന്ത് നമുക്ക് പഠിക്കണം? ജേർണൽ എൻട്രി ആൻഡ് ഏതാണ്? റീവാലുവേഷൻ അക്കൗണ്ട് അവിടെ സെറ്റ് ആക്കിയിട്ട് വേണം നമ്മൾ പോവാൻ. സോ അടുത്തത് ജനറൽ റിസർവ്സ് ആൻഡ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ആണ് അല്ലെ? റിസർവ്സ് അതിന്റെ അക്കൗണ്ടിങ് ആണ് പറയുന്നത്. റിസർവ്സ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ഓർ ലോസ്. ഓക്കെ, അപ്പൊ ഇത് എങ്ങനെ അക്കൗണ്ട് ചെയ്യുക എന്നുള്ളതും നമുക്കറിയണം. അപ്പൊ ഇതില് 2 കേസ് തന്നെയാണ് വരുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള കേസാണ് കേട്ടോ. 2 കേസാണ് ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് മെയിൻലി 2 മാർക്സിന് വന്നിട്ടുണ്ട്. അതല്ലാതെ നമ്മൾ 6 or 8 മാർക്ക് ക്വസ്റ്റ്യനിൽ ബാലൻസ് ഷീറ്റിനകത്ത് ഇത് തരും. അപ്പൊ നമ്മൾ അത് എന്ത് ചെയ്യണം എന്ന് നമുക്ക് അറിയേണ്ടി വരും. ഓക്കെ, എല്ലാ അഡ്ജസ്റ്റ്മെന്റ്സും കൂടെ ഒരുമിച്ച് വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവില്ലേ? അപ്പൊ ആ ക്വസ്റ്റ്യനിൽ ബാലൻസ് ഷീറ്റിനകത്ത് ഉണ്ടാവും. അപ്പൊ അത് നമുക്ക് അറിയണം. സോ റിസർവ്സ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ഓർ ലോസിൽ നമുക്ക് ഫസ്റ്റ് കേസ് എന്താണ് വരുന്നത്? വെൻ transferred to capital account. Okay, when not transferred to capital account. അപ്പൊ ഇങ്ങനെ 2 കേസാണ് വരുന്നത്. ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് റിസോഴ്സ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ഓർ ലോസ് നമ്മൾ ഏതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം? ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം എന്ന് പറയുന്ന ഒരു കേസും ട്രാൻസ്ഫർ ചെയ്യണ്ട എന്ന് പറയുന്ന ഒരു കേസുമാണ്. ട്രാൻസ്ഫർ ചെയ്യണ്ട എന്ന് പറയുമ്പോൾ ഒരു അഡ്ജസ്റ്റ്മെന്റ് എൻട്രി ആണ് നമുക്ക് കൊടുക്കാനുള്ളത്. ആസ് യൂഷ്വൽ നമ്മൾ പറയുന്ന അഡ്ജസ്റ്റ്മെന്റ് എൻട്രി എന്തായിരുന്നു? ഗെയിനിങ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു സാക്രിഫൈസിങ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് വരും. ഓക്കെ അല്ലേ? ആ എൻട്രി ആണ് ഇതിൽ വരുന്നത്. ആൻഡ് നെക്സ്റ്റ് വെൻ ട്രാൻസ്ഫേർഡ് ടു ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഉള്ളതാണ് ഇനി താഴെ ഞാൻ കാണിക്കാൻ പോകുന്നത്. ട്രാൻസ്ഫർ ടു ക്യാപിറ്റൽ അക്കൗണ്ട് ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് കാണിക്കേണ്ടത്? ഈ ജനറൽ റിസോഴ്സ് ഏതൊക്കെയാണ്? ജനറൽ റിസോഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ, പിന്നെ പ്രോഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും കിട്ടുന്നത് അല്ലേ? ക്രെഡിറ്റ് ബാലൻസ് ഉള്ളത് കേട്ടോ, ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്നും എഴുതിയെന്ന് മാത്രം. ടു എന്ത് വരും? പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് വരും. ഇനി നേരെ മറിച്ച് ഇത് ലോസ് ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും വരുന്നത്. എങ്ങനെയായിരിക്കും? പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ട്. അപ്പൊ ഈ പ്രോഫിറ്റ് ഓർ ലോസ് എപ്പോഴാണ് നമുക്ക് ലോസ് ആണെന്ന് മനസ്സിലാവുന്നത്? അത് ഡെബിറ്റ് ബാലൻസ് ആവുമ്പോൾ. ഓക്കെ, ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും എന്നുള്ളതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്. ഇതിൽ ഒരു കാര്യം കൂടെ ഉണ്ട് നമുക്ക് പറയാനായിട്ട്. എൻട്രീസ് ഇതാണ് വരുന്നത്. ആൻഡ് ദെൻ നമ്മൾ റിസർവ്സ് എന്ന് പറയുമ്പോൾ ഇതിൽ നമ്മളൊരു സ്പെഷ്യൽ ആയിട്ടുള്ള കേസ് നമ്മൾ പഠിക്കാനുള്ളത് വർക്ക്മെൻ കോമ്പൻസേഷൻ റിസർവ്സ് പഠിക്കാണ്ട്. അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ് ഫ്ലക്ച്വേഷൻ ഫണ്ട്. ഓക്കെ, അപ്പൊ ഇതും പഠിക്കണം. ഇതിൽ കുറേ വേരിയേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് 0 to A+ ലൈവിൽ നമ്മൾ കുറേ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ അതിൽ കൊടുക്കും. അപ്പോൾ അത് കാണുക. ആൻഡ് വർക്ക്മെൻ കോമൻസ് രണ്ടും കൂടെ ഒരുമിച്ച് ഇത് നമുക്ക് ബാലൻസ് ഷീറ്റിനകത്ത് തന്നിട്ട് നമുക്കത് 6 or 8 മാർക്സിന് നമ്മളത് ചെയ്യേണ്ട സംഭവമാണ്. അപ്പോൾ ആ 6 or 8 മാർക്കിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു മാർക്കായിരിക്കും ഇത്.
അപ്പോൾ ചില സിറ്റുവേഷനിൽ ചില ക്വസ്റ്റ്യനിൽ നമുക്ക് വർക്ക്മെൻ കോമ്പൻസേഷൻ ആയിരിക്കാം തരിക, ചില കേസിൽ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ഫ്ലക്ച്വേഷൻ്റെ ആയിരിക്കും അതിൽ തരിക. രണ്ടും കൂടെ വരുന്നത് വളരെ റെയർ ആണ്. അപ്പം ഇതും നമുക്ക് 8 മാർക്ക് സെക്യൂർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതും പഠിച്ചേ പറ്റൂ. ആ 8 മാർക്കിലേക്ക് നമുക്ക് എത്തണം, അല്ലെങ്കിൽ 6 മാർക്കിലേക്ക് നമുക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ഇത് സെറ്റാക്കണം. ഓക്കെ അല്ലേ? ഓക്കെ. സോ അടുത്തതായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട അഡ്ജസ്റ്റ്മെന്റ് ഏതായിരുന്നു? അഡ്ജസ്റ്റ്മെന്റ് ഓഫ് ക്യാപിറ്റൽ. അഡ്ജസ്റ്റ്മെന്റ് ഓഫ് ക്യാപിറ്റൽ. സോ അഡ്ജസ്റ്റ്മെന്റ് ഓഫ് ക്യാപിറ്റലിൽ നമുക്ക് 2 കേസാണ് വരുന്നത്. ഏതാണ് വരുന്നത്? വെൻ ദി ക്യാപിറ്റൽ ഓഫ് ദി ന്യൂ ഫേം is not specified. Second one, നേരെ ഓപ്പോസിറ്റ് വരും അല്ലേ? when the capital of the new firm കാണാൻ പറ്റില്ലേ? new firm is specified. ഓക്കെ. അപ്പോൾ ക്യാപിറ്റൽ ന്യൂ ഫേമിൻ്റെ ക്യാപിറ്റൽ സ്പെസിഫൈ ചെയ്യുന്ന ഒരു സിറ്റുവേഷനും ന്യൂ ഫേമിൻ്റെ ക്യാപിറ്റൽ സ്പെസിഫൈ ചെയ്യാത്ത രണ്ടാമത്തെ കേസും, ഇങ്ങനെ 2 കേസാണ് ഇതിൽ വരുന്നത്. ഇതിൽ നമുക്ക് അഡ്മിഷനിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ നമുക്ക് പഠിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഡെഫിഷ്യൻസി ആണോ ഡെഫിസിറ്റ് ഉണ്ടോ എന്നുള്ളത് നോക്കണം, അതായത് ക്യാപിറ്റൽ ഡെഫിഷ്യൻസി ഉണ്ടോ എന്നുള്ളത് നോക്കണം. അതുപോലെ തന്നെ നമ്മൾ ഏതാണ് എക്സസ് ക്യാപിറ്റൽ ആണോ എന്നുള്ളത് നോക്കണം. അപ്പോൾ നമ്മൾ അവിടെ പറഞ്ഞിട്ടുള്ള സെയിം എൻട്രീസ് തന്നെയാണ്. ഡെഫിഷ്യൻസി ആണെന്നുണ്ടെങ്കിൽ അവർ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യണം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ആ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എൻട്രി ആണ് നമ്മൾ സെയിം എൻട്രി തന്നെയാണ് വരുന്നത്. ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റ് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്നുള്ള എൻട്രി തന്നെ ആയിരിക്കും വരിക. അതുപോലെ തന്നെ നമുക്ക് ഏതാണ് ഡിസ്കസ് ചെയ്യേണ്ടത്? പിന്നെ വിഡ്രോവൽ ആണ്. എക്സസ് ഉണ്ടെങ്കിൽ അവിടെ വിഡ്രോ ചെയ്ത് കൊണ്ടുപോകണം എന്നുള്ളതാണ്. അപ്പോൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റ് ടു ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് എന്ന് വരും. അപ്പോൾ അതൊക്കെ നമ്മൾ അഡ്മിഷനിൽ പറഞ്ഞിട്ടുള്ള സെയിം സംഭവം തന്നെയാണ്. ഇവിടെ നമുക്ക് കാൽക്കുലേഷനിൽ ചെറിയ ചെറിയ സ്റ്റെപ്സുകളിലുള്ള ചെറിയ വേരിയേഷൻ ഉണ്ടാവാം. അതൊക്കെ നമ്മൾ 0 to A+ ലൈവ് സെഷനിൽ നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ. സോ ഇതാണ് അഡ്ജസ്റ്റ്മെന്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്ന ഏരിയ. ഓക്കെ. ഇനി നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഈ ചാപ്റ്ററിനകത്ത് നമുക്ക് വരുന്ന ഏരിയ ആണ് എമൗണ്ട് ഡ്യൂ ടു റിട്ടയറിംഗ് പാർട്ട്ണർ എന്ന് പറയുന്നത്. എമൗണ്ട് ഡ്യൂ ടു റിട്ടയറിംഗ് ഓർ ഡിസീസ്ഡ് പാർട്ട്ണർ. എമൗണ്ട് ഡ്യൂ ടു റിട്ടയറിംഗ് ഓർ ഡിസീസ്ഡ് പാർട്ട്ണർ. അപ്പോൾ റിട്ടയറിംഗ് ഓർ ഡിസീസ്ഡ് പാർട്ട്ണർക്ക് നമ്മൾ ഫൈനലി എമൗണ്ട് കൊടുക്കണം അല്ലേ? സോ അങ്ങനെ എമൗണ്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. എന്നിട്ട് ലാസ്റ്റ് ഫൈനലി നമുക്ക് ഈ എമൗണ്ട് റിട്ടയർമെൻ്റ് ഉള്ള അല്ലെങ്കിൽ ഡെത്ത് ആയിട്ടുള്ള പാർട്ട്ണർക്ക് നമ്മൾ ആ എമൗണ്ട് കൊടുക്കണം. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് എല്ലാം പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ട് അതിലുള്ള എമൗണ്ട് നമ്മൾ ഏതിലേക്കാണ് ഇടുന്നത്? ഏത് അക്കൗണ്ടിലേക്കാണ്? ലോൺ അക്കൗണ്ട്. ഓക്കെ. ലോൺ അക്കൗണ്ടിലേക്കാണ് നമ്മൾ കാണിക്കുന്നത്. ലോൺ അക്കൗണ്ട് ഇപ്പോൾ പൊതുവേ അങ്ങനെ കാണാറില്ല, ചോദിച്ചിരുന്നു മുമ്പ്. ഓക്കെ. അപ്പോൾ ആ ലോൺ അക്കൗണ്ടിലേക്ക് കാണിക്കണം. ആൻഡ് ദെൻ നമുക്ക് വരുന്ന ഡിസീസ്ഡ് പാർട്ട്നേഴ്സിൻ്റെ കേസിൽ എക്സിക്യൂട്ടേഴ്സ് അക്കൗണ്ട് ആണ് വരുന്നത്. ഓക്കെ. ഇതാണ് എല്ലാ ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലേക്ക് ആ എമൗണ്ട് നമ്മൾ മാറ്റിയിട്ട് കാണിക്കണം എന്നുള്ളതാണ്. ഓക്കെ. സോ ഇതാണ് റിട്ടയർമെൻറ്റിൻ്റെ കേസിൽ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ട ഏരിയ എന്ന് പറയുന്നത്. എമൗണ്ട് ഡ്യൂ ടു റിട്ടയറിംഗ് പാർട്ട്ണർ ആയിരുന്നു അല്ലെങ്കിൽ ഡിസീസ്ഡ് പാർട്ട്ണർ ആയിരുന്നു. ഇതിൽ അഡ്മിഷനിൽ നിന്നും നമുക്ക് കൂടുതലായിട്ട് നമുക്ക് പഠിക്കാനുള്ള ഒരു എക്സ്ട്രാ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഓക്കെ ആണല്ലോ. അപ്പോൾ റിട്ടയർമെൻറ്റിൻ്റെ അല്ലെങ്കിൽ റിട്ടയർമെൻറ്റ് ഓർ ഡെത്തിൽ വരുന്ന അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങൾ എന്ത് വന്നാലും ഇപ്പോൾ ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? അപ്പോൾ ഇതുപോലെ എല്ലാം സെറ്റാക്കിയിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാം. ഓക്കെ. ബൈ. സി യു.